ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ വിവാദം. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ ഒത്തുതീർപ്പ്. BJP പിന്തുണയോടെ ജയിച്ച കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് രാജി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ കോഴ ആരോപണത്തിൽ വിജിലൻസ് ഇന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ ആരോപണം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. MLA മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റ്ലപ്പള്ളി എന്നിവർക്ക് അട്ടിമറിയിൽ പങ്കുണ്ടെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. ആരോപണ വിധേയനായ EU ജാഫറിന്റെ മൊഴി വിജിലൻസ് എടുത്തിരുന്നു. കൈക്കൂലി വാങ്ങിയതായി നിലവിൽ വിജിലൻസിന് തെളിവ് ലഭിച്ചിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 50 ലക്ഷം രൂപ CPM വാഗ്ദാനം ചെയ്തതായി ജാഫറിന്റെ ഓഡിയോ പുറത്തുവന്നിരുന്നു. കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റായ AA മുസ്തഫയോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. മുൻ മന്ത്രിയും കുന്നംകുളം MLA-യുമായ AC മൊയ്തീൻ, വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി എന്നിവർക്ക് പങ്കുണ്ടെന്നാണ് ഷാനവാസിന്റെ ആരോപണം. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ ഒത്തുതീർപ്പ്. BJP പിന്തുണയോടെ ജയിച്ച കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് രാജിവെക്കും. തെറ്റ് തിരുത്തുന്നത് നല്ല കാര്യമെന്നായിരുന്നു DCC നേതൃത്വത്തിന്റെ പ്രതികരണം. സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായ മറ്റത്തൂരിൽ കോൺഗ്രസ് വിമതർ അനുനയത്തിന് തയ്യാറായിരിക്കുകയാണ്. BJP പിന്തുണയോടെ ജയിച്ച കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് രാജിവെക്കാനാണ് തീരുമാനം. പ്രസിഡന്റായി സ്വതന്ത്രയായി വിജയിച്ച ടെസി ജോസിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് നിയന്ത്രണമില്ലെന്നാണ് നിലപാട്. പാർട്ടി നിർദ്ദേശിക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്ന് DCC ജനറൽ സെക്രട്ടറിയായിരുന്ന TM ചന്ദ്രൻ പ്രതികരിച്ചു. സ്വാഭാവികമായി ഞങ്ങളുമായി ചർച്ച നടത്തി എന്നുള്ളത് മാത്രമാണ് എനിക്കറിയാവുന്ന കാര്യം. ഒരു രീതിയിലുള്ള തീരുമാനവും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. KPCC എടുക്കുന്ന തീരുമാനം ഞങ്ങൾ അനുസരിക്കും എന്നുള്ളത് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് നമ്മുടെ DCC പ്രസിഡന്റ് അല്ലേ. സ്വാഭാവികമായും അദ്ദേഹവുമായി ഏറ്റുമുട്ടേണ്ട ഒരു ആവശ്യം എനിക്കില്ല. DCC പ്രസിഡന്റ് പറയുന്നതും KPCC പ്രസിഡന്റ് പറയുന്നതും ഒക്കെ പാർട്ടി തീരുമാനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആ തീരുമാനങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിനെക്കുറിച്ച് എനിക്കിപ്പോഴൊന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മളോട് പാർട്ടി പറയാത്തൊരു കാര്യത്തെപ്പറ്റി പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല. പാർട്ടി എന്താണോ പറയുന്നത് അനുസരിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇന്ന അക്കമിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന് ഞാനോട് പറഞ്ഞിട്ടില്ല. അതെങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനും കഴിയില്ല. മറ്റത്തൂർ വിഷയം അവസാനിച്ചുവെന്നും തെറ്റു തിരുത്തുന്നത് നല്ല കാര്യമെന്നും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടാൻ പാടില്ല. തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയണം. തെറ്റുതിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും. അതാണ് പാർട്ടി നയമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അപ്പൊ അവിടെ തെറ്റുപറ്റിയത് ആർക്കാ? അംഗങ്ങൾക്കാണ്. അത് റെക്ടിഫൈ ചെയ്യണം. ജനങ്ങളോട് വിളിച്ചു പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി, പാർട്ടിയോട് ഏറ്റുപറയണം. എന്നാലല്ലേ, അതല്ലേ ഒരു പാർട്ടി സംവിധാനം. കൂടണയാം കോൺഗ്രസിലേക്ക്. തെറ്റുതിരുത്തി വരുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും. പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആരെയും പാർട്ടി സ്വീകരിക്കും. അതാണ് പാർട്ടി ലൈൻ. ഇത് രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയും ജനാധിപത്യത്തിന് വിരുദ്ധമായ ഒരു നടപടിയാണ് അവിടെ ഉണ്ടായത്. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ലീഗ് സ്വതന്ത്രൻ വോട്ട് ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട്. 50 ലക്ഷത്തിന്റെ വോയിസ് വന്നിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞങ്ങൾ നേരിടാമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? TCV ന്യൂസ്, തൃശൂർ. പാണഞ്ചേരി പഞ്ചായത്തിലെ പീച്ചി, മഞ്ഞക്കുന്ന്, ചീനിക്കടവ്, ചെന്നായ്പാറ, കണ്ണാറ, പട്ടിക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശക്തമായ മുഴക്കവും ഭൂചലനവും അനുഭവപ്പെട്ടത്. കഴിഞ്ഞ മാസവും പ്രദേശത്ത് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു.
ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം. വട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത്. മഞ്ജുലാൽ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ദർശനം കഴിഞ്ഞ് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ് മേൽപ്പാലം ഇറങ്ങി ഇടത്തോട്ട് തിരിയുന്നതിനു പകരം വലത്തോട്ട് തിരിയുകയായിരുന്നു. ഇടത്തോട്ട് തിരിയാൻ ഹരീഷ് നിർദ്ദേശം നൽകിയെങ്കിലും ബസ് മുന്നോട്ടെടുത്തു. ഹരീഷ് പുറകെ എത്തി കൈകൊണ്ട് ബസ്സിലടിച്ചു. ബസിന്റെ ഇടതുഭാഗത്തുള്ള ക്വാർട്ടർ ഗ്ലാസ് പൊട്ടി ഹരീഷിന്റെ കൈക്ക് പരിക്കേറ്റു. ഇതേ തുടർന്ന് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ തമിഴ്നാട് സ്വദേശികളും ബസ് ജീവനക്കാരും ഹരീഷിനെ മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ ഹരീഷിനെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. ബസ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലൂർ ബരദയിൽ വൻ കഞ്ചാവ് വേട്ട. ഇറിഗേഷൻ കനാലിനോട് ചേർന്നുള്ള പുറമ്പോക്കിൽ ചാക്കുകളിൽ സൂക്ഷിച്ച 7 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ രാജുവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. 4 പൊതികളിലായി ചാക്കിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 16ാമത് രാജ്യാന്തര നാടകോത്സവത്തിന് ഈ മാസം 25-ന് തൃശൂരിൽ തുടക്കമാകും. 8 ദിവസങ്ങളിലായി 23 നാടകങ്ങളുടെ 46 പ്രദർശനങ്ങൾ അരങ്ങിലെത്തും. ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ഇറ്റ്ഫോക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജനുവരി 25-ന് വൈകിട്ട് സംഗീത നാടക അക്കാദമി അങ്കണത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇറ്റ്ഫോക്ക് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ, ഗുജറാത്തി സിനിമാ സംവിധായകനും നാടകകൃത്തും നടനുമായ ദക്ഷിൺ ബജ്രംഗ് ചാര തുടങ്ങിയവർ പങ്കെടുക്കും. അന്തർദേശീയ ദേശീയ തലങ്ങളിൽ നിന്നും 9 വീതം നാടകങ്ങളും 5 മലയാള നാടകങ്ങളുമാണ് ഇറ്റ്ഫോക്കിൽ അരങ്ങിലെത്തുക. 7 വേദികളിലായാണ് പ്രദർശനങ്ങൾ. സെമിനാർ, ചർച്ച, സംവാദം, സിനിമകളുടെ പ്രദർശനം, കലാപരിപാടികൾ എന്നിവയും ഇറ്റ്ഫോക്കിന്റെ ഭാഗമായി നടക്കും. നാടകങ്ങൾ കാണാനുള്ള ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ജനുവരി 5-ന് ഉച്ചയ്ക്ക് 12-ന് ആരംഭിക്കും. 90 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഒരാൾക്ക് ഒരു നാടകത്തിന്റെ 2 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. അതത് ദിവസം അക്കാദമി അങ്കണത്തിൽ സജ്ജമാക്കുന്ന കൗണ്ടറിൽ നിന്നും നേരിട്ട് ടിക്കറ്റ് വാങ്ങാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് പിള്ള, അക്കാദമി പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ, ഫെസ്റ്റിവൽ കോർഡിനേറ്റർ ജലീൽ T കുന്നത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. ചെറുതുരുത്തി ചുങ്കത്ത് വീണ്ടും വാഹനാപകടം. മൈസൂരിൽ നിന്ന് കോട്ടയത്തേക്ക് പച്ചക്കറിയുമായി പോരുന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. എതിരെ വന്നിരുന്ന ബൈക്ക് യാത്രക്കാരനെ രക്ഷപ്പെടുത്താനായി ലോറി വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. ഭിന്നശേഷി സമൂഹത്തിന്റെ ശാക്തീകരണവും സാമൂഹിക ഉൾച്ചേർക്കലും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി സർഗോത്സവത്തിന്റെ ലോഗോ തൃശൂരിൽ പ്രകാശനം ചെയ്തു. മന്ത്രി R ബിന്ദു പ്രകാശനം നിർവഹിച്ചു. സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറന്റ് എന്ന പേരിൽ ഈ മാസം 19 മുതൽ 21 വരെ തിരുവനന്തപുരത്താണ് സർഗോത്സവം അരങ്ങേറുന്നത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂരിൽ ആഡംബര ബൈക്ക് മോഷ്ടിച്ചു. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് റോഡിൽ ഫ്ലൈ ക്രിയേറ്റീവ് ട്രാവൽസിന് മുന്നിൽ നിർത്തിയിരുന്ന ബൈക്കാണ് മോഷ്ടിച്ചത്. ക്രിയേറ്റീവ് ട്രാവൽസിലെ ജീവനക്കാരൻ മലപ്പുറം സ്വദേശി ജിതിൻ നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയ സമയത്ത് സ്ഥാപനത്തിന് പുറത്തുവച്ച ബൈക്കാണ് മോഷണം പോയത്. 2 ബൈക്കുകളിലായി 4 പേർ എത്തുന്നതും അതിലൊരാൾ ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതുമായ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ വീട് കയറി ആക്രമിക്കുകയും വീടിന്റെ ജനൽ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുവത്താനി സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ ബോണിയെയാണ് അറസ്റ്റ് ചെയ്തത്. ചെറുവത്താനി ആര്യമ്പാടം സ്വദേശി സത്യദേവനെയാണ് പ്രതി ആക്രമിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിവേദ്യ പ്രസാദങ്ങൾ വിതരണം ചെയ്തുവരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴിവാക്കുന്നതിന് നടപടി തുടങ്ങി. പാൽപായസം പുതിയ പേപ്പർ കോമ്പോസിറ്റ് കാനുകളിൽ നൽകും. ഇതിനുള്ള ഉപകരണ സംവിധാനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഇന്ന് നടന്നു. ചൂടുള്ള പാൽപായസം പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾക്ക് പകരം ശീതീകരിച്ച് 60 ഡിഗ്രി വരെ തണുപ്പിച്ച ശേഷം നേർത്ത അലുമിനിയം പേപ്പർ കാനുകളിൽ എത്തിച്ചു നൽകുന്ന സംവിധാനമാണിത്. നേരത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലായിരുന്നു ചൂടുള്ള പാൽപായസം വിതരണം ചെയ്തിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ സീറ്റുകൾ നിലനിർത്തുമെന്നും സീറ്റുകൾ വെച്ചുമാറാനുള്ള നീക്കമില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഗുരുവായൂർ, തിരുവമ്പാടി, കുന്നമംഗലം, പേരാമ്പ്ര സീറ്റുകളൊന്നും വെച്ചുമാറില്ല. നിലവിലെ സീറ്റുകൾ നിലനിർത്താനാണ് ലീഗ് ആഗ്രഹിക്കുന്നത്. അർഹതപ്പെട്ട സീറ്റുകളിലേക്ക് കൂടി ചർച്ചകളിൽ ആവശ്യം ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് അത് ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. എരുമപ്പെട്ടി കരിയന്നൂർ സെന്ററിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാൽനട യാത്രക്കാരനെ ഓട്ടോറിക്ഷ ഇടിച്ചു മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. കാൽനട യാത്രക്കാരനായ കരിയന്നൂർ മേലേപ്പുരിക്കൽ വീട്ടിൽ കുട്ടൻ, ഓട്ടോ ഡ്രൈവറായ പാറയമ്പാടം മേഞ്ചേരി വീട്ടിൽ ചാക്കോ, ഓട്ടോ യാത്രക്കാരനായ ചൊവ്വന്നൂർ ചെറുവത്തൂർ വീട്ടിൽ ജെയ്സൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായ ആനയെ നടയിരുത്തി. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി PA പ്രദീപാണ് ആനയെ നടയിരുത്തിയത്. ദേവസ്വം കൊമ്പൻ ബൽറാമിനെയാണ് നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിലടച്ചു. ശീവേലിക്ക് ശേഷം നടന്ന ചടങ്ങിന് മേൽശാന്തി മൂർത്തിയേടത്തുമന സുധാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ എന്നിവർ സന്നിധരായിരുന്നു. ദേശീയപാത ശ്രീനാരായണപുരത്ത് നിയന്ത്രണം വിട്ട കാറ് വൈദ്യുതി തൂണിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ 6:30യോടെയായിരുന്നു അപകടം. തമിഴ്നാട് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. കാറിന്റെ മുൻഭാഗം തകർന്നു. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര. വിവിധ ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികളോടെയാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. ഭഗവാൻ പരമശിവന്റെ പിറന്നാൾ ധനുമാസത്തിലെ തിരുവാതിരയാണെന്നാണ് വിശ്വാസം. തിരുവാതിരക്കളി, പാതിര പൂച്ചൂടൽ, എട്ടങ്ങാടി ചുടൽ എന്നിവ തിരുവാതിര നാളിലെ പ്രത്യേകതകളാണ്. തൃശൂർ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ 450 സംഘങ്ങളുടെ തിരുവാതിരക്കളിയാണ് തിരുവാതിരയോടനുബന്ധിച്ച് നടന്നത്. വെള്ളിയാഴ്ച സീതാരാമ കലാക്ഷേത്ര സംഘത്തിന്റെ ഉൾപ്പെടെ വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളി അരങ്ങിലെത്തി. പതിവ് തെറ്റിയില്ല. ധനുമാസത്തിലെ തിരുവാതിരയെ വരവേൽക്കാൻ ചോഴിയെത്തി. തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിലും പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലുമാണ് വ്യാപകമായി ചോഴി കളിച്ചു വരുന്നത്. ശിവന്റെ ഭൂതഗണങ്ങളായി വേഷം കെട്ടിയ കുട്ടികളും മുത്തിയമ്മ, പട്ടർ, ചിത്രഗുപ്തൻ, കാലൻ എന്നിവരായി വേഷമിട്ട മുതിർന്നവരും ചെണ്ടക്കാർ, കൊമ്പുകാർ എന്നിവരുമാണ് ചോഴികളിയിലെ പങ്കാളികൾ. ഉണങ്ങിയ വാഴയില ദേഹത്ത് മുഴുവനായി കെട്ടിയാണ് ചോഴി കളിക്കുന്നത്. മുത്തിയമ്മ കുട്ടികളുടെ നടുക്കുനിന്ന് തമാശ കലർന്ന പാട്ടുകൾ ആലപിക്കും. കുട്ടികൾ അതിനനുസരിച്ച് താളം പിടിക്കും. കാലനും ചിത്രഗുപ്തനും ഉച്ചത്തിൽ അലറി വിളിച്ച് രംഗത്ത് പ്രവേശിക്കും. അഭിനേതാക്കൾ വീടുവീടാന്തരം കയറിയിറങ്ങി നൃത്തം ചെയ്ത് കളിയിൽ അണിനിരക്കും. വള്ളുവനാടൻ പ്രദേശങ്ങളിൽ വീട്ടുമുറ്റങ്ങളിൽ മനോഹരമായി മൺതിട്ടകൾ വെച്ച് ചാണകം മെഴുകിയാണ് തിരുവാതിരയെ വരവേറ്റത്. പയറും ചേരുവകളായ പുഴുക്കും കൂവപ്പായസവുമാണ് തിരുവാതിരയിലെ പ്രധാന വിഭവങ്ങൾ.
കാലം എത്ര മാറിയാലും പുതിയ തലമുറയും ഈ വിശ്വാസങ്ങൾ പാലിച്ചു വരുന്നു. TCV ന്യൂസ്, തിരുവില്ലാമല. മണലൂരിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ആൾ മരിച്ചു. മണലൂർ കാർഗിൽ നഗറിൽ ചിറ്റിലപ്പള്ളി തോമസ് ആണ് മരിച്ചത്. ഡിസംബർ 29-ന് മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിക്ക് മുൻവശത്തുള്ള റോഡിൽ വെച്ചായിരുന്നു അപകടം. പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ബൈക്കിടിക്കുകയായിരുന്നു. തിരുവില്ലാമലയിൽ ബാറിലുണ്ടായ സംഘർഷത്തിൽ 3 യുവാക്കൾ പിടിയിൽ. ഗിരീഷ്, റിൻഡോ ജോസഫ്, എബിർ എബ്രഹാം എന്നിവരാണ് അറസ്റ്റിലായത്. ബാറിൽ മുൻപ് സൂപ്പർവൈസറായിരുന്ന ഗിരീഷ് ബാറിലെ ഒരു ജീവനക്കാരനുമായി ആരംഭിച്ച തർക്കം പിന്നീട് കയ്യാങ്കളിയിലും അടിപിടിയിലും കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിൽ ബാർ ജീവനക്കാരന്റെ താടിയെല്ലിനും കാലിലെ എല്ലിനും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ബാറിലെ ഉപകരണങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പഴയന്നൂർ പോലീസ് പ്രതികളെ സംഭവ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അപകടകരമായ ഒരു രാഷ്ട്രീയ അവസ്ഥയിലാണ് രാജ്യം ഇന്ന് എത്തി നിൽക്കുന്നതെന്ന് മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. തപാൽ RMS ജീവനക്കാരുടെ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് സംസ്ഥാന ഏകോപന സമിതി ചെയർമാൻ P. കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ യൂണിയൻ നേതാക്കളായ PU ഗഡ്സെ, RP സാരൻ, മുക്തർ അഹമ്മദ്, SS മഹാദേവയ്യ, PK മുരളീധരൻ, CC പിള്ള, P. സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ലോകരാജ്യങ്ങൾ സീറ്റുള്ള ബഹുമാനം ഇന്ത്യയോടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഒരു രാജ്യത്തോടെയാണുള്ളൂ. 57ാമത് കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് കുന്നംകുളത്ത് സമാപിച്ചു. 89 പോയിന്റോടെ തൃശൂർ സെന്റ് തോമസ് കോളേജ് പുരുഷ വിഭാഗത്തിൽ കിരീടം നേടി. 12 സ്വർണവും 7 വെള്ളിയും 5 വെങ്കലവും സ്വന്തമാക്കിയാണ് കിരീട നേട്ടം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് 56 പോയിന്റോടെ 2ാം സ്ഥാനത്തെത്തി. 5 സ്വർണം, 4 വെള്ളി, 8 വെങ്കലം എന്നിവ സ്വന്തമാക്കിയിട്ടാണ് നേട്ടം. ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് 16 പോയിന്റോടെ 3ാം സ്ഥാനവും പാലക്കാട് വിക്ടോറിയ കോളേജ് 15 പോയിന്റോടെ 4ാം സ്ഥാനവും നേടി. രാമവർമ്മ അപ്പൻ തമ്പുരാന്റെ പൌത്രപുത്രനായ A. സന്തോഷ് കുമാറിന്റെ ആദ്യ ചെറുകഥാ സമാഹാരം എഴുതാകഥ തൃശൂരിൽ പ്രകാശനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറവും സാഹിതി സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായി സാഹിത്യ അക്കാദമി വയലോപ്പിള്ളി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നോവലിസ്റ്റ് K. രഘുനാഥൻ പുസ്തകം പ്രകാശനം ചെയ്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് ഏറ്റുവാങ്ങി. എഴുത്തുകാരൻ K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നിരൂപകൻ I. ഷൺമുഖദാസ് മുഖ്യാതിഥിയായി. എഴുത്തുകാരനായ ഡോക്ടർ ആനന്ദൻ, അപർണ ബാലകൃഷ്ണൻ, പ്രഭാഷകൻ P. വിനോദ്, രേണുക മാധവൻ, കേണൽ പ്രതാപചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചൂണ്ടൽ NSS കരയോഗത്തിന്റെ മന്നം ജയന്തി ആഘോഷം മൂന്നാക്ക സമുദായ ക്ഷേമ കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. ചന്ദ്രൻ അധ്യക്ഷനായി. ഡോക്ടർ സുരേന്ദ്രനാഥ് കൈമൾ, വിജീഷ് പുല്ലോത്ത, ലക്ഷ്മിക്കുട്ടിയമ്മ, സുധീഷ് മേക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികനായി. വികാരി ഫാദർ ജോജോ എടത്തുരുത്തി, ബ്രദർ ജിസ്മോൻ പുത്തൂര്, കൈകാരന്മാരായ രാജൻ ജോസഫ്, A. നിക്സൺ, KI ജോൺ, AT ചാൾസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 10, 11 തീയതികളിലായാണ് സംയുക്ത തിരുനാൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും വാക്കുപാലിച്ച് വർഗീസ് തെക്കേതല. തളർന്നു കിടന്നിരുന്ന എരികുളം ഫ്രാൻസിസിനാണ് പുതുവർഷ സമ്മാനമായി വീൽചെയർ വാങ്ങി നൽകിയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചെത്തിയപ്പോഴാണ് വർഗീസ് തെക്കേതല തളർന്നു കിടക്കുന്ന വോട്ടറെ കാണുന്നത്. ജയിച്ചാലും തോറ്റാലും കിടപ്പുരോഗിയെ കട്ടിലിൽ നിന്നും വീൽചെയറിലേക്ക് മാറ്റുമെന്ന് ഉറപ്പു നൽകിയാണ് വർഗീസ് മടങ്ങിയത്. കാലിന് സ്വാധീനക്കുറവുള്ള വർഗീസ് പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ കാറിലാണ് ജോലിക്ക് പോയിരുന്നത്. സർക്കാർ ജീവനക്കാരുടെ അംഗപരിമിതരുടെയും സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു വർഗീസ്. ആറാട്ടുപുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ നക്ഷത്രത്തിൽ നടത്തിവരുന്ന കളഭാഭിഷേകം തിങ്കളാഴ്ച നടക്കും. ചന്ദനം, ഗോരാചനം, കുങ്കുമപ്പൂവ്, പച്ചക്കർപ്പൂരം, പനിനീർ തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളുടെ കൂട്ടാണ് ശാസ്താവിന് കളഭാട്ടത്തിനായി ഉപയോഗിക്കുന്നത്.
സബരിവാര പൂജയാണ് കളഭപൂജ നടത്തുന്നത്. പൂജാവിധികളാൽ ചൈതന്യപൂർണമാക്കിയ കളഭം രാവിലെ 9-ന് പാണിക്കുട്ടി ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ശാസ്താ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യും. തുടർന്ന് ശാസ്താവിന് കടുംമധുര പായസം നിവേദിക്കും. തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. യേശുവിന്റെ ജനനം മുതൽ ഉയർപ്പുവരെയുള്ള മുഹൂർത്തങ്ങളുടെ ചിത്രപ്രദർശനം ദൈവപുത്രൻ ശ്രദ്ധേയമായി. മതിലകം സെന്റ് ജോസഫ് സിറിയൻ ദേവാലയം പാരിഷ് ഹാളിലാണ് ഇരട്ട സഹോദരികളായ ആൻലിൻ, ആൻലിറ്റ് എന്നിവർ ചിത്രപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. കുഞ്ഞുനാൾ മുതൽ ചിത്രകലയെ ധ്യാനിക്കുകയും പ്രതിഭയുടെ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്ത ഇരട്ട സഹോദരിമാരാണ് ബൈബിളിലൂടെ വരയുടെ ഭാവനാപൂർണമായ സഞ്ചാരം നടത്തുന്നത്. ബൈബിളിലെ സവിശേഷ മുഹൂർത്തങ്ങളെ ഓരോ വിശ്വാസിയുടെയും ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ഇരുവരും. ബൈബിൾ അധിഷ്ഠിത ചിത്രങ്ങളോടൊപ്പം പ്രകൃതിയുടെ വിവിധ ദൃശ്യങ്ങളുടെ ക്യാൻവാസ് രചനകളും ഉൾപ്പെടുന്ന പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. മതിലകം പുന്നയ്ക്ക ബസാർ സ്വദേശി കാക്കശ്ശേരി സന്തോഷ് മെൽഫിൻ ദമ്പതികളുടെ മക്കളായ ഇരുവരും ഇതിനകം നിരവധി അംഗീകാരങ്ങൾ നേടി. കേരള ലളിതകലാ അക്കാദമി സമ്മാനങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് എലിസബത്ത് രാജ്ഞിയുടെ പ്രശംസയ്ക്കും അർഹരായി. വാട്ടർ കളർ, അക്രിലിക്, ഓയിൽ എന്നീ മീഡിയകളിലൂടെയാണ് രചനകളിലേറെയും. ഞങ്ങളും ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് ഡ്രോയിങ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ദൈവത്തിന്റെ ജനനം തുടങ്ങി ഉദ്ധാനം വരെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചിത്ര പ്രദർശനത്തിന് വേണ്ടി. ഞങ്ങൾ എല്ലാ പെയിന്റിങ്ങും ഇപ്പൊ ചെയ്തിരിക്കുന്നത് ആക്രിലിക് ആണ്. പിന്നെ 2 പിക്ചേഴ്സ് മാത്രമാണ് വാട്ടർ കളറിൽ ചെയ്തിട്ടുള്ളൂ. ഇതിന് ഞങ്ങൾ ഒരു 3-4 ഡേയ്സ് ഒരു പെയിന്റിങ്ങിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 30 ഡ്രോയിങ്സ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. 30ഓളം ചിത്രങ്ങളാണ് ദൈവപുത്രൻ എന്ന പ്രദർശനത്തിലുള്ളത്. ഇരിങ്ങാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഫാദർ അരുൺ തെക്കിനേത്ത്, ആർട്ടിസ്റ്റ് നന്ദകുമാർ പായമൽ എന്നിവർ മുഖ്യാതിഥികളായി. TCV ന്യൂസ്, കയ്പമംഗലം. വലപ്പാട് സെന്റർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് KV മോഹനനും 4ാം വാർഡ് പഞ്ചായത്ത് അംഗം നസീമ ബഷീറിനും സ്വീകരണം നൽകി. മുൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് K ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് താടിക്കാരൻ അധ്യക്ഷനായി. CR ഗണേഷ്, RI സഖറിയ, ഷാജി ചാലിശ്ശേരി, TA ഗ്രോറിയസ്, PA മേരി എന്നിവർ സംസാരിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ സേനയിലേക്ക് യുവതലമുറയെ നയിക്കുന്ന എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസ് വിദ്യാഭ്യാസ സംരംഭത്തിന്റെ നേതൃത്വത്തിൽ 3 ദിവസത്തെ സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. ഉദ്ഘാടന ചടങ്ങിൽ മാധ്യമപ്രവർത്തന രംഗത്ത് 25 വർഷം പൂർത്തീകരിച്ച എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് AM റഷീദ്, പൌരോഹിത്യത്തിൽ 25 വർഷം പൂർത്തീകരിച്ച ഫാദർ ജോഷി ആളൂർ എന്നിവരെ ആദരിച്ചു. എരുമപ്പെട്ടി ആക്സ് ഡ്രൈവർ ഷെഫീഖിന് ചടങ്ങിൽ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. റീച്ച് ഫോർ ദി സ്റ്റാർ സ്ഥാപകൻ മേജർ KP ജോസഫ്, പഞ്ചായത്ത് അംഗം രാജി സോമൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം KM അഷ്റഫ്, ആക്സ് ജില്ലാ കമ്മിറ്റി അംഗം KA ഫരീദ് അലി, കേണൽ റജീന എന്നിവർ സംസാരിച്ചു. ഈ ഇരിക്കുന്ന മണ്ണ് ദൈവം സഹായിച്ച് NDA'യിലും എഫ്കെറ്റിന്റെയിലും കോസ്റ്റ് ഫോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലയിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ച് തിങ്കളാഴ്ച അയ്യന്തോൾ കോസ്റ്റ് ഫോർഡിൽ ഏകദിന സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സെമിനാർ K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്, മുൻ ചീഫ് സെക്രട്ടറിമാരായ SM വിജയാനന്ദ്, ശാരദ മുരളീന്ദ്രൻ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കും. കോസ്റ്റ് ഫോർഡ് ഡയറക്ടർ ഡോക്ടർ MN സുധാകരൻ, C ചന്ദ്രബാബു, മാത്യു ആൻഡ്രൂസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ പ്രസ് ക്ലബിന്റെ ഈ വർഷത്തെ TV അച്യുതവാര്യർ സ്മാരക പുരസ്കാരവും PV അയ്യപ്പൻ സ്മാരക പുരസ്കാരവും പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമത്തിലെ മികച്ച റിപ്പോർട്ടിനുള്ള TV അച്യുതവാര്യർ സ്മാരക പുരസ്കാരത്തിന് ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ സയൻസൻ അർഹനായി. വാർത്താ ചാനലിലെ റിപ്പോർട്ടിനുള്ള TV അച്യുതവാര്യർ പുരസ്കാരത്തിന് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം യൂണിറ്റിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ EV ഉണ്ണികൃഷ്ണൻ അർഹനായി. PV അയ്യപ്പൻ സ്മാരക പ്രഥമ വീഡിയോഗ്രാഫി പുരസ്കാരത്തിന് മീഡിയ 1 കൊച്ചി യൂണിറ്റിലെ സീനിയർ ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമ്മൽ അർഹനായി. 15,000 രൂപയും പ്രശംസാപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി ആദ്യവാരം സമ്മാനിക്കും. ജൂറി അംഗം ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, പ്രസ് ക്ലബ്ബ് ഭാരവാഹികളായ TS നീലാംബരൻ, CS ദീപു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
തലൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവം ആഘോഷിച്ചു. ശ്രീഭൂതബലി, പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. എഴുന്നള്ളിപ്പിന് മേളം അകമ്പടിയായി. ഉത്സവത്തിനോടനുബന്ധിച്ച് 11 വൈദികരുടെ കാർമ്മികത്വത്തിൽ വാസോദ്ധാര നടന്നു. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തിരുവാതിരക്കളി, ഭദ്രകാളിക്ക് പൂമൂടൽ എന്നിവയും നടന്നു. ഞായറാഴ്ച പുണർദം ദിനത്തിൽ പുറത്തേക്ക് എഴുന്നള്ളിപ്പും ഉണ്ടാകും. ഡിവൈഎഫ്ഐ SN പുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡ് പാലിയേറ്റീവ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സ്വഗ്നേവ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ്, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം റീമ K ഹമീദ്, CS സുജിത, KK അബീദലി, CS സുജിത്, KK അബീദലി, MS മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. 16ാമത് ഭരത് PJ ആന്റണി സ്മാരക പുരസ്കാരം നേടിയ നാടകരചയിതാവ് സുധീഷ് അമ്മവീടിനെ ചടങ്ങിൽ ആദരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നവവൈദികൻ ഫാദർ ഇലോയ് ചിറമലിന് സ്വീകരണവും കലാസന്ധ്യയും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. പാവറട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ലിസെറ്റ്, ഫാദർ അജിത് കൊള്ളന്നൂർ, ഫാദർ ലിവിൻ ചൂണ്ടൽ, ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുംകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. വിട്ടാൽ പെട്ടെന്ന് തന്നെ ഭഗവാനെ പ്രീതിപ്പെടുത്തി ഇല്ലത്തേക്ക് ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ജുജിസ്റ്റു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി മികച്ച വിജയം നേടിയ കായിക താരങ്ങൾക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. ഉത്തരാഖണ്ഡ് ഹാൾഡ്വാനിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ വെങ്കിടങ് STMA അക്കാദമിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ 4 ഗോൾഡ് മെഡലും 3 സിൽവർ മെഡലും 3 വെങ്കല മെഡലും കരസ്ഥമാക്കി. ജുജിസ്റ്റു തൃശൂർ ജില്ലാ അസോസിയേഷൻ വിജയികളെ അനുമോദിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ വിവാദം. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴ വിവാദത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൽ ഒത്തുതീർപ്പ്. BJP പിന്തുണയോടെ ജയിച്ച കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് രാജിവെക്കും. തെറ്റുതിരുത്തി വരുന്നവരെ പാർട്ടി സ്വീകരിക്കുമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. പീച്ചി മേഖലയിൽ വീണ്ടും ഭൂമികുലുക്കം അനുഭവപ്പെട്ടു. മഞ്ഞക്കുന്ന്, ചീനിക്കടവ്, ചെന്നായിപ്പാറ, കണ്ണാറ, പട്ടിക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭൂമികുലുക്കം നേരിട്ടതായി ജനങ്ങൾ. ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് മർദ്ദനം. പട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത്. കല്ലൂർ ബരദയിൽ വൻ കഞ്ചാവ് വേട്ട. ഇറിഗേഷൻ കനാലിനോട് ചേർന്നുള്ള പുറമ്പോക്കിൽ ചാക്കുകളിൽ സൂക്ഷിച്ച 7 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.